ഹലോ നമസ്കാരം, ഞാൻ മെരൻ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രാഫ്റ്റോ ആർട്ട് വർക്കോ ഒന്നും തന്നെയല്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഗാർഡൻ ടൂർ വീഡിയോ ആണ്. അപ്പോൾ മമ്മിയുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും നമ്മുടെ ഗാർഡനെയൊക്കെ പറ്റി അറിയാമായിരിക്കും. കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു വീഡിയോ നമ്മളുടെ ചാനലിൽ നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മമ്മിയുടെ കൂടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഗാർഡനിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, അതിൻ്റെ വെറൈറ്റിയും അതൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം മമ്മിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇപ്പം മെറിൻ ചെടി നടാനൊന്നും കൂടാറൊന്നും ഇല്ല, എങ്കിലും അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചു തരാറുണ്ട് കേട്ടോ. അപ്പം നമ്മളൊന്നും കൂടിയില്ലെങ്കിൽ ഒരു വിഷമല്ലേ. മമ്മിക്ക് ഭയങ്കര കൈപ്പുണ്യാണ് കേട്ടോ. ചെടിയൊക്കെ നട്ടാൽ മതിയൊക്കെ തഴിച്ച് വളർന്നോളും, പിന്നെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പോകാറില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ രക്ഷപ്പെടും കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എന്താ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ഗാർഡനിലെ കൊളീസ് ചെടീൻ്റെ, അതായത് കണ്ണാടി ചെടിയുടെ കളക്ഷൻസ് ആണ്. അപ്പം എത്ര ടൈപ്പ് കളക്ഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്? ഇപ്പോൾ ഒരു 26 ടൈപ്പൊക്കെ ആയി. 26 എണ്ണം. ആദ്യം നമുക്ക് 4 എണ്ണ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഇഷ്ടം പോലെ കളക്ഷൻ. നമുക്ക് ക്രേസ് കയറി കാണുന്നിടത്തുനിന്നൊക്കെ മമ്മി അങ്ങ് കണ്ണാടി ചെടി കൊണ്ടുവന്നു തുടങ്ങി. ഇപ്പം വീട് മൊത്തം നിറച്ച് വെച്ചേക്കുവാണ്. പലതരം ഉണ്ട്, 22 ടൈപ്പ് ഉണ്ട്. ഇപ്പൊ 26 ടൈപ്പോളം 26 ടൈപ്പായി. പിന്നെ പപ്പയും ഭയങ്കര ഇഷ്ടമാണ്, പപ്പയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ. പപ്പാണ്ട് ഇപ്പം വന്നിട്ട് ഇപ്പം വാങ്ങി വെച്ചതാണ് പുതിയൊരു ടൈപ്പ്. ഒരു കുഞ്ഞു തണ്ടായിരുന്നു, നമ്മൾ 50 രൂപ കൊടുത്ത് മേടിച്ചു വെച്ചതായിരുന്നു. പിന്നെ മമ്മിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് തണ്ട് കൊണ്ടുവന്നാലും അത് ബലപ്പെടുത്തി എടുക്കുമെന്നുള്ളതാണ് മമ്മിയുടെ ഒരു ഹൈലൈറ്റ്. എത്ര ചെറിയതാണെങ്കിൽ പോലും മമ്മി അത് കൊണ്ടുവന്നിട്ട് വളരെയധികം കെയർ കൊടുത്ത് നല്ലതുപോലെ വളർത്തിയെടുക്കും. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ എന്ത് നട്ടാലും അതിനൊരു കെയർ കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് വളർന്നു വരുള്ളൂ. ഇത് കണ്ടില്ലേ, ഇത് നമ്മളുടെ ടാങ്കിൾ ഹാർട്ട്. എന്ത് രസമായിട്ടാണ് നിൽക്കുന്നത് നോക്കി. വളർന്ന് ഓരോ പ്രാവശ്യം കാണിക്കും തോറും ഇതങ്ങ് വളർന്നങ്ങ് പോവുക നോക്കി. നല്ല രസമാണ്. നമ്മൾ ടർട്ടിൽ വൈനിനെ പോലെ തന്നെ ഇത്രയൊക്കെ വളരും നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ല. അതുകൊണ്ട് ഒരുപാടങ്ങ് നീണ്ടങ്ങ് പോവുക. ഇത് ഈ മുത്തുമാലയൊക്കെ തൂക്കിയിട്ടേക്കുന്ന പോലെ ഇതിൻ്റെ ഇലയൊക്കെ കൊള്ളാം. പിന്നെ നമ്മുടെ വാണ്ടറിങ് ജൂ, പല പല ടൈപ്പാണ് ഇതിൻ്റെ അകത്തുള്ളത്. ടോട്ടൽ 26 എണ്ണം ഉണ്ട്. ഇതിൻ്റെ കെയറിങ്ങും പ്രൊപ്പഗേഷനും എല്ലാം മമ്മി നമ്മുടെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ പ്ലാന്റ്സിനെ പറ്റിയും ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മമ്മിയുടെ ചാനലിൽ പോയിട്ട് കണ്ടു നോക്കാവുന്നതാണ്. ഇത് ഏത് ചെടിയാണ് വരുന്നത്? ടൊറേനിയ. എനിക്ക് കൊച്ചുകൂടെ പേരൊക്കെ അറിയാം, അത് കാര്യമായി. അപ്പം നമ്മളാണെങ്കിൽ പോട്ട് മാത്രമേ വാങ്ങിക്കാറുള്ളൂ, ബാക്കി ഹാങ്ങിങ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ആ പരിപാടി എല്ലാം മെറിനങ്ങ് ചെയ്തോളാം കേട്ടോ. അപ്പം പലതരത്തിൽ നമ്മൾ എങ്ങനെയാണ് ഹാങ്ങിങ് ഒക്കെ ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. സിമ്പിളായിട്ടുള്ള ചെയ്യുന്നതും ഇതുപോലത്തെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടൈപ്പ് മോഡലും നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ക്രാഫ്റ്റും പെയിൻറ്റിങ്ങും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗാർഡനൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഇപ്പം ഇതെല്ലാം ചെയ്യുന്നത് മെറിനാണ് കണ്ടോ. മമ്മി ചെടി നടും, കുറച്ച് അവിടെ ഇവിടെയൊക്കെ കലാവിരുന്ന് ഞാനും കാണിച്ചു. എനിക്കും വരയ്ക്കാനൊക്കെ അറിയാം കേട്ടോ. വേണ്ടാന്ന് വെച്ചിട്ടാ, എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് കൂടെ തരണ്ടേ, അതുകൊണ്ടായിട്ട്. അപ്പം എൻ്റെ കലാവിരുദ്ധ ഞാൻ പിന്നെ കാണിക്കുകയെ. അടുത്ത ടൊറേനിയ പല കളേഴ്സിനുണ്ട്. ഇത് പിങ്ക്, നേരത്തെ കാണിച്ചത് വയലറ്റ്. പിന്നെ ഏത് കളർ അമ്മയുള്ളേ? പിന്നെ വയലറ്റിൻ്റെ ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇത് ഫുള്ള് പിങ്ക് ആയിട്ടുള്ളത്, പകുതി പിങ്ക് ആയിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ടൊറേനിയത്തിൻ്റെ ഒക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് ടൊറേനിയാണ്. ഇത് കണ്ടോ, ഇത് നല്ല ഡാർക്ക് വയലറ്റാണ്. വയലറ്റും മുകളിൽ വെറുതെ ഒന്നുമില്ല, പ്ലെയിൻ വെള്ളയാണ്, പുറകുവശവും വെള്ളയാണ് ഇതിൻ്റെ. ഇത് മൂന്നാമത്തെ ടൈപ്പ് ടൊറേനിയം. ഇത് എന്ന് വെച്ചാൽ നല്ല പിങ്ക് കളറും അതിൻ്റെ മുകളിലത്തെ പെറ്റൽസിന് നല്ല വൈറ്റ് കളറുമാണ്. ഇത് വേറൊരു വെറൈറ്റിയാണിത്. ഇത് കണ്ടോ, ഇത് നീല കളറും ഡാർക്ക് ബ്ലൂവും മുകളിൽ വൈറ്റും. ഇത് കുറേ ഇതിനകത്തുണ്ടായിരുന്നു, അതൊക്കെ കുറേ ഉണങ്ങിപ്പോയി കേട്ടോ. ഇവിടെ ഒരു വെള്ളപ്പൂ നിപ്പുണ്ട്. പിന്നെ വെച്ചാൽ വേറെ ഒരെണ്ണമാണിത്.
ഇത് 2 ടൈപ്പ് ഉണ്ട്. ഇത് നല്ല ഡാർക്കായിട്ടുള്ളതും പിങ്ക്, 4 ചുറ്റിനും നല്ല ഡാർക്ക്. ഇത് 4 ചുറ്റിനും ലൈറ്റ് പിങ്ക് ആയിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും വീഡിയോസ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്, ഗാർഡൻ വീഡിയോസ്. നിൽക്കുന്നതിൻ്റെ എല്ലാം നമ്മൾ കാണിച്ചത്. ഇത് പിന്നെ വാണ്ടറിങ് ജൂ ഇത് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. എപ്പീഷ കാണിച്ചിട്ടുണ്ട്, ടൊറേനിയ കാണിച്ചിട്ടുണ്ട്, എല്ലാം കാണിച്ചിട്ടുള്ളതാണ്. എല്ലാം കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ ദാണ്ട് ഇത് ബോട്ടിലിൻ്റെ അകത്ത് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചിട്ട് കുത്തി വെച്ചേക്കുവാണ് വാണ്ടറിങ് ജൂ. ഇത് കണ്ടില്ല ചെയ്ത് വെച്ചിരിക്കുന്നത്? ഞങ്ങളുടെ മുടിയനായ പുത്രിയാണ്, മുടിച്ചി പുത്രി, ക്രീപ്പിംഗ് ചാർലി. ഇത് കണ്ടില്ലേ മുടിയനായ പുത്രനെ വരച്ച് വെച്ചിരിക്കുന്നത്? നല്ല രസമായിട്ട് നല്ല ബുഷായിട്ട് ഇങ്ങനെ വളർന്നിപ്പോണ്ട്. അപ്പം അതിനകത്ത് ഒരു കണ്ണാടിയൊക്കെ വരച്ചൊരു കണ്ണുമൊക്കെ വരച്ചപ്പോഴത്തേക്ക് ഒരു ഷേപ്പ് തന്നെ മാറിയില്ലേ? നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ പിന്നെ ഇച്ചിരി പെയിൻറ്റിങ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഏത് ബോട്ടിലിനെയും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പോട്ട് തന്നെ വേണമെന്നില്ല, നമ്മുടെ തന്നെ വീട്ടിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ എന്തായാലും മതി. അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഇത് ഇഞ്ചിക്കലമായിരുന്നു. അത് പഴയതായപ്പോൾ ഇച്ചിരി പൊട്ടിയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ എന്താണ്ട് അത് കളറൊക്കെ അടിച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ വീഡിയോ ചെയ്തിരുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക. അപ്പം ആരും നല്ല ഇഞ്ചിക്കലമൊന്നും എടുത്ത് ചെയ്ത് കളയരുത് കേട്ടോ. അമ്മയുടെ നിന്ന് അടിയൊന്നും കൊള്ളരുത് ആരും. അപ്പം പഴയ കലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ പെയിൻ്റ് അടിച്ച് വെച്ചാൽ അതിനിങ്ങനെ ഗോൾഡൻ കളറുള്ള പെയിൻ്റൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. അതൊക്കെ വാങ്ങിച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിത് ജൂട്ട് വെച്ച് ചെയ്തതാണ്. ജൂട്ട് വെച്ചിട്ട് ഹാങ്ങിങ് ചെയ്തതാണ്. മണി പ്ലാന്റ് ആണ് നട്ടേക്കുന്നത്. നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പം ഇത് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് ചെയ്തതാണ്. ഒരു ചെറിയൊരു പൂച്ചയുടെ ഒരു ഫേസാണ്. അപ്പോൾ ഇത് അഗ്ലോണിമ, പിന്നെ കലാത്തിയ. നടാൻ കൂടിയില്ലെങ്കിലും പേരെല്ലാം പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അഗ്ലോണിമേൻ്റെ വേറൊരു മോഡലാണ്. ഇത് പപ്പ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഒരു നല്ലൊരു ഇലയൊക്കെയാണ്, നല്ല ഫ്രില്ല് പോലെ ഇരിക്കുന്ന ഒരു ഇലയൊക്കെയാണ് ഇതിൻ്റെ. അതിനപ്പുറത്തേക്ക് പപ്പ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇതും വാങ്ങിക്കൊണ്ട് വന്നതാണ്. പിന്നെ ഇത് സിങ്കോണിയം, പിന്നെ ടേർട്ടിൽ വൈൻ. കണ്ടില്ലേ നല്ല രസമാണ്. മമ്മി കുറേ ചട്ടിൻ്റെ താക്കി വെച്ചിട്ടുണ്ട്. അപ്പം കുറേ നാളായതുകൊണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ഇച്ചിരി ഫേഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മാറ്റി നടണം, മാത്രമേ അത് പ്രൊപ്പഗേറ്റ് ചെയ്യണം കേട്ടോ. മാറ്റി ഇനി നട്ടോളം കേട്ടോ. അങ്ങനൊന്നും പറയരുത്. പിന്നെ ഇതും സിങ്കോണിയം ഫാമിലി ആണെന്ന് തോന്നുന്നു. ഇത് നല്ല രസമാണ് കാണാൻ, വെള്ളപ്പുള്ളിയൊക്കെ ആയിട്ട്. നല്ല ഗ്രീൻ കളറായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ കളർ ഇപ്പൊ അങ്ങ് യെല്ലോ കളറായി അല്ലേ, ലൈറ്റ് ഗ്രീൻ കളറായി. നേരത്തെ നല്ല ഡാർക്ക് ഗ്രീൻ ആയിരുന്നു. പിന്നെ നമ്മുടെ പെൻസിൽ ഷാർപ്പ് ഫ്ലവർ, ഇതിന്റെ പേരെന്താ? നല്ല രസമാണ് കാണാൻ. ഞാൻ ഇതിനെ പെൻസിൽ ഷാർപ്പ് എന്നാണ് വിളിക്കുന്നത്. ഒന്ന് പോയി. അപ്പം ഇത് നന്നായിട്ട് കിളിക്കുന്നുണ്ട്. മമ്മി എന്തൊക്കെ വളമൊക്കെ ഉപയോഗിച്ചിട്ടാണ്, പലതരം വളമൊക്കെ ഉപയോഗിച്ച് ജൈവ രീതിയിൽ തന്നെ ചെയ്തിട്ടാണ് മമ്മി ഇതെല്ലാം ചെയ്യുന്നത്. അല്ലാതെ വളമൊന്നും വാങ്ങിക്കാറില്ലല്ലോ. ഉണ്ടമുളകും ഉണ്ട്, കണ്ടില്ലേ നല്ല രസമാണ്. നല്ല റെഡ് കളറായിട്ട് നിൽക്കുകയാണ്. ഈ ചട്ടിയും നമ്മുടെ മീൻ ചട്ടിയായിരുന്നു. അതിനെ നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മണി പ്ലാന്റ്, പിന്നെ ഇത് കണ്ണാടി ചെടി എല്ലാം മമ്മി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചേക്കുവാണ്. പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ 10 മണിയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാക്ടസ്, എപ്പീഷ്യ, അതിൻ്റെ വയലറ്റ് കളറാണിത്. പിന്നെ ബോർഡർ ഗ്രാസ്. പിന്നെ ഇവിടെ ഉണ്ടൊരു മുടിയനായ പുത്രൻ, കണ്ടില്ലേ? മുടിയൊക്കെ അങ്ങ് വളർന്നിരിക്കുന്നതുകൊണ്ട് കണ്ണാടിയൊന്നും കാണുന്നില്ല ഇപ്പോൾ. പിന്നെ ഇത് ഞങ്ങളുടെ വെർട്ടിക്കൽ ഗാർഡൻ ആണ്. ഇത് ഞങ്ങൾ ചെയ്തേക്കുന്നത്, ഞങ്ങളുടെ പഴയ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, അത് ഇളക്കി മാറ്റിയപ്പോൾ അതെന്തോ ഇങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നപ്പോഴാണ് വെർട്ടിക്കൽ ഗാർഡൻ ചെയ്താലോ എന്ന് ആലോചിച്ച് അങ്ങനെ ഈ 2 ഗേറ്റാണിത്. അതിൻ്റെ അകത്താണ് ഞങ്ങളിതെല്ലാം പോട്ട്സ് എല്ലാം വെച്ചേക്കുന്നത്. കളർഫുള്ളാണ് ഞങ്ങളുടെ വെർട്ടിക്കൽ ഗാർഡന്. എല്ലാ ടൈപ്പും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഹാങ്ങിങ്ങും ഉണ്ട്, അല്ലാത്ത ബുഷായിട്ട് നിൽക്കുന്നതും ഉണ്ട്,
അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട്, ക്രീപ്പിംഗ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പം ഇത് മണി പ്ലാന്റിൻ്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് നിയോൺ പോത്തോസ്, ഇത് എൻജോയ് പോത്തോസ്, സാറ്റിൻ പോത്തോസ്. പിന്നെ ഗോൾഡൻ പോത്തോസും ഉണ്ട്. ഇത്രയും പോത്തോസിൻ്റെ വെറൈറ്റീസാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ ഒരു ലൈൻ മൊത്തവും നമ്മൾ കാക്ടസ് ആണ് നട്ടേക്കുന്നത്. പിന്നെ ഇത് നമ്മളുടെ റയോ പ്ലാന്റ്. അത് കഴിഞ്ഞ് ദാണ്ട് ഇവിടെ ടേർട്ടിൽ ഹാർട്ട്, ടാങ്കിൾ ഹാർട്ട് നട്ടിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ബോർഡർ ഗ്രാസ്, പിന്നെ ടേർട്ടിൽ വൈന് കണ്ടില്ലേ, നല്ല രസമാണ്. ഇതിൻ്റെ അകത്തൊക്കെ നിൽക്കുന്നതാണ്, ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ നീണ്ടു വരും. പല പല കളേഴ്സ് ഉണ്ട്, എല്ലാ കളറൂടെ ആകുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. അത് ക്രീപ്പിംഗ് ചാർലി. പിന്നെ ഇത് ടേർട്ടിൽ വൈനിന് 2 എണ്ണം. പിന്നെ അതിൻ്റെ ടാങ്കിൾ ഹാർട്ട്, വാൻഡറിങ് ജൂ, പിന്നെ സിങ്കോണിയം, ഒരു സെക്കുലൻ്റ് വെറൈറ്റിയാണിത്. ഫ്ലെയിം വയലറ്റ്, ഇത് ബിഗോണിയം. ബിഗോണിയത്തിൻ്റെ ഇഷ്ടം പോലെ മമ്മിയുടെ കൈ കളക്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിറ്റോണിയ, നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വാങ്ങിച്ചതായിരുന്നു. മമ്മി ഇത് ഇവിടെയും കൂടെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ ഇവിടെ കിളിച്ച് വരുന്നുണ്ട്. പിന്നെ നല്ല രസമാണ് ഇതെല്ലാം കാണാൻ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഗാർഡൻ ടൂർ വീഡിയോ. ഇനിയും കുറച്ച് പ്ലാന്റ്സ് അവിടെയൊക്കെ ഉണ്ട്. അപ്പം സമയം നമ്മളധികം മെറിനെ അങ്ങ് ഏൽപ്പിക്കാൻ പോവാണ്. മെറിനാണ് ഇനി എല്ലാം നടന്നതും ഗാർഡൻ നോക്കുന്നതും അല്ലേ. എല്ലാം മമ്മിയുടെ കഴിവാണ് കേട്ടോ. മമ്മി തന്നെ ചെയ്യും. ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ഞാനൊന്ന് പൊങ്ങുമെന്ന് കരുതിയിട്ടാ കേട്ടോ, ചുമ്മാതാ. ഞാൻ നോക്കിയാൽ പിന്നെ ഇതൊന്നും കാണത്തില്ല ഇവിടെ. നമ്മളിത് കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഗാർഡനൊക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ പച്ചക്കറിയും ഈ ഗാർഡനും എല്ലാം ഒക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് വെച്ചാൽ ഒരു എന്തുവാ വളരെ നല്ലൊരു കാര്യമാണ്. വളരെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. ഒരു വീട്ടിൽ ഇത്രയും പല പല ടൈപ്പ് ഫ്ലവേഴ്സും ഇതുപോലത്തെ ചെടികളൊക്കെ നിൽക്കുന്ന നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ കുറേ പേര് ഇതുവരെ കൃഷിയൊന്നും ചെയ്യാത്തവർ നമ്മുടെ വീഡിയോസ് കണ്ട് ചെയ്യുന്നുണ്ട്. കമൻസ് നമ്മുടെ വീഡിയോൻ്റെ കമൻസിലൊക്കെ നോക്കിയാൽ മതി. ഇതുവരെയും ചെയ്യാത്തവരൊക്കെ അത് ചെയ്യുന്നുണ്ട്, അതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കൃഷിയൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ കണ്ടു നോക്കുക. അതിലെല്ലാ ടൈപ്പ് ചെടിയുടെ പ്രൊപ്പഗേഷനും എന്തൊക്കെ വളമാണ് യൂസ് ചെയ്യേണ്ടതും അതെല്ലാം മമ്മി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു ഗാർഡൻ ടൂർ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കണ്ട അല്ലേ? അതെ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാനും മെറിനും ബൈ. ബൈ.